അതെ, ക്വസ്റ്റ്യൻ ഇതാണ്. IELTS പഠിക്കുന്ന സമയത്ത് സ്പീക്കിംഗിന്റെ കാര്യമൊക്കെ നോക്കൂലോ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഹൗ ഓഫൻ ഡു യു വാച്ച് മൂവീസ്? ഈ ഒരു ആൻസർ ഞാൻ പറയാണ്, ഐ വാച്ച് മൂവീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ മന്ത്. അതിലെനിക്ക് 7-8 സ്കോർ കിട്ടുമോ? 7-8 ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു 7+ സ്പാൻ സ്കോർ ഇട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പറയണം. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് ചേർക്കാം. കോണ്ടെക്സ്റ്റ് അല്ല, ഞാൻ പറയാം, ഇപ്പൊ ഒന്ന് കമ്പയർ ചെയ്യാം. പണ്ട് ഞാൻ കാണുമായിരുന്നു, പക്ഷെ ഇപ്പൊ കാണില്ലായിരുന്നു. ഇങ്ങനെ കാണാം, ഇപ്പൊ കാണാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പാരിസൺ കൊണ്ടുവരാം. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മൂവീസ് കാണണേ, ഒരു റീസൺ കൊണ്ടുവരാം. ഒരു മിനിമം 2-3 സെന്റൻസ് പറയണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ? ഓക്കെ, ട്രൈ നോക്കാം. അതിന് മുമ്പേ ബേസിക്കലി കുറെ പ്രശ്നങ്ങൾ കൊണ്ട് IELTS കിട്ടേണ്ടി വരുന്നത്. ഒന്ന്, ഗ്രാമർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ നോർമൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമായിരിക്കും, അത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ IELTS കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു IELTSന്റെ ലൈവ് ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നേരിട്ട് വിളിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ലെവൽ ഏതാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിലും നമ്മളെ വിളിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കോഴ്സ് എന്ത് വേണം, നിങ്ങൾ എവിടെ തൊട്ട് പഠിച്ചു തുടങ്ങുക, ഗ്രാമർ പഠിക്കണോ, സ്പീക്കിങ്ങിൽ ഫോക്കസ് ചെയ്യണോ, ലൈക്ക് റൈറ്റിംഗ് ആണോ എന്നൊക്കെ നോക്കാം അല്ലേ. സോ വേറൊന്നും പറയല്ല. ഓക്കെ.